ഇവിടെ നടന്നപ്പോ ഒരു ഹർത്താലുണ്ട് വന്ന എത്ര പിന്നിലേക്ക് പോകേണ്ടത് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും നമുക്കന്ന് കോഴിയിറച്ചി അങ്ങനെയുള്ള ഇപ്പൊ പെരുന്നാരാവ് മാതിരി ഹർത്താൽ വന്നാല് കോഴിപ്പിടിയിൽ തിരക്ക്, പച്ചക്കറി പിടിയെ തിരക്ക്. എന്നിട്ട് ചിലവര് പെൺകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുകയാണ്, ഏടി നാളുണ്ട് പോരുകൊണ്ടിട്ട മദ്രസ സ്കൂളൊന്നും ഇല്ലല്ലോ പോരെ. അതൊരു വിരുന്ന് മാതിരി ഇരിക്കണ കേരളത്തിൽ. അങ്ങനെ ഏടത്തി അഞ്ചത്തിയൊക്കെ ഒന്നായി കാണുക, ഒന്നിച്ച് ഇരിക്കുക. ഹർത്താൽ കിട്ടുന്ന ഒരു സുഖമായി മാറിയിരിക്കണം. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഒരു ദിവസം നമ്മുടെ നാട്ടിലെല്ലാ തിരിയലും നിൽക്കുകയാണ്. ആ നൃത്തത്തോടു കൂടി സാമ്പത്തിക ക്രയവിക്രയങ്ങള്, സാമ്പത്തിക സന്തുലിതാവസ്ഥ, കൊള്ളക്കൊടക്കുകള്, എല്ലാ പരിപാടിയും പൈസയൊക്കെ വിപണിയിൽ ഇറങ്ങാതെ വരുമ്പോ എല്ലാം ബന്ധാവുകയാണ്. മുല്ലപ്പൂവിന്റെ കച്ചവടക്കാർ വരും. 2 ദിവസം അടുപ്പിച്ചൊരു ബന്ധുണ്ടായി ഓണത്തിനോടനുബന്ധിച്ച്. എന്താണ് കാരണം എന്ന് എനിക്ക് ഓർമ്മയില്ല, സോളാറാണോന്ന് അറിയില്ല. മുല്ലപ്പൂവുമായി തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെ എടുത്ത് ചാനലേർ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്ത് തോന്നുന്നു എന്ത് പറയാനാണ്, ഞങ്ങൾ മിഞ്ഞാന്ന് വന്ന് കൂടിയതാണ്, ഇത് ഉണങ്ങിപ്പോകും, എന്ത് ചെയ്യാ, കേരളത്തെ കണ്ടിട്ടാണ് ഞങ്ങളിത് അവിടെ നട്ടുണ്ടാക്കിയത്. കണ്ടോ, എല്ലാരും പോവുക. ഒരു ഹർത്താല് നടക്കുമ്പോ ജപ്പാൻ കാർ കമ്പനിക്കാർ നെടുമ്പാശ്ശേരി വന്നിറങ്ങുകയാണ്. ഓലൊരു ജംഗ്ഷനിൽ ഇങ്ങനെ അവിടെ പോകുമ്പോഴാണ് കാറ് ഉന്തി മറിച്ചിട്ടിട്ട് സമരാനുകൂലികൾ അതിന് തീ കൊടുക്കണം. കാർ ഇങ്ങനെ കത്തിന് കണ്ടപ്പോ ഒരു സായിപ്പ് ചോദിച്ചത്ര, ഇവിടെ കാറിന് ആമട വില ഉള്ളത് എന്തെങ്ങനെ മലത്തിട്ട് ചുടനാണ്. അന്ന് പോയതായിട്ട് നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു വ്യവസായ മര്യാദക്ക് തുടങ്ങും, ഒരാളും ഇങ്ങോട്ട് വരുന്നില്ല. യൂസുഫ് അലിക്ക് ലുലു സെന്റർ മുഴുവൻ ആലം ദുനിയാവില് നോക്കി നിങ്ങൾ. ഞാൻ ഈ KMCC-ക്കാരെ ക്ഷണിച്ചിട്ട് അറേബ്യൻ കൺട്രിയിൽ മുഴുവൻ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ യൂസുഫ് അലിക്ക് അത്ര നല്ലൊരു മനുഷ്യൻ, അയാൾ എല്ലാ പാർട്ടിക്കും ഉപകാരം ചെയ്യുന്ന മനുഷ്യൻ, എല്ലാ സമുദായത്തിനും ഗുണം ചെയ്യുന്ന മനുഷ്യൻ. അയാളെ ഷോപ്പിൽ ഫിലിപ്പൈനും നേപ്പാളിയും ബംഗ്ലാദേശും ലോകരും മുഴുവൻ നിറഞ്ഞിരിക്കുക. മലയാളിക്ക് അഭിമാനിക്കാനല്ല, ആ യൂസുഫ് അലിക്ക് നമ്മളിവിടുത്തെ പറമ്പൊന്നാണ്ട് ഒഴിഞ്ഞെടുത്ത് വെക്കാണ്, പൊന്നാക്കും അയാൾ. 4 ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടം കിട്ടൂലേ, എല്ലാ ഏർപ്പാടും നടക്കൂലേ, എന്ത് സുഷാറായിട്ട് ഈ നാടിലൊരു വികസനം വരുന്ന അറിയങ്ങള് എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അയാൾക്ക് കാലാണ് ഉള്ളോം കാശടച്ചിട്ട് ഓപ്പറേഷനും കാര്യമൊക്കെ നടത്തും. ഇല്ലാത്തവന്റെ സ്ഥിതി എന്താ? പിഞ്ചോമന പൈതങ്ങൾ മിണ്ടാനും ചെവി കേൾക്കാത്തവർക്കൊക്കെ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ സൗജന്യമായി കൊടുക്കുന്ന ആശുപത്രി, അതിനെ സാമൂഹ്യ ബെനവലന്റ് സ്കീം എന്ന് പറഞ്ഞ് അതിന് പറ്റിയ ആശുപത്രികളുണ്ട്. അവിടെ അഡ്മിറ്റ് ആക്കിയാൽ ഹാർട്ട് രോഗി 1 രൂപ ചികിത്സക്ക് ചെലവാക്കാതെ തിരിച്ചു വരികയാണ്. ഈ മനുഷ്യന്മാരെ പ്രാർത്ഥന ഒക്കെ ഉണ്ട് നമുക്ക്, വെറുതൊന്നല്ല. അതാണല്ലോ അബ്ദുറഹ്മാൻ ഈ കണ്ട കോടിയൊക്കെ കുഴിച്ചിട്ടിട്ടും E.T. മുഹമ്മദ് ബഷീർ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ഇങ്ങനെ പൊങ്ങി വന്നത് വെറുതൊന്നല്ല. ഈ പാവപ്പെട്ടവന്റെ പ്രാർത്ഥന. CH സെന്ററിൽ ഒന്ന് പോയി നോക്കി. E.T.യുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഈ കൈമലശ്ശേരിയിലൊരു വല്യമ്മയാണ് ഇങ്ങനെ കൈകൂപ്പിയിട്ട്, മറക്കില്ലട്ടോ, അത് മതി നമ്മളെ കായ് മുതലായി. ഞങ്ങളെ പ്രവർത്തനം അതാണ്. ആ E.T.നെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ന്റെ കൂടെ കൂടി കൊടുത്ത പലരും ഉണ്ട്. SDPI സ്നേഹിതന്മാരൊക്കെ നമ്മൾ എളിമാന്റെയും മുത്തന്മാന്റെയും വോട്ട് ഫസാദാക്കിയിട്ടാ പോണത്. അതുകൊണ്ടൊരു ഉപകാരമില്ല. ഇപ്പൊ ആം ആദ്മി വന്നായിരിയാണ്. ആം ആദ്മി എന്താ ആണ് വരികയാണ്. എല്ലാരും പറഞ്ഞു സൂപ്പർ പാർട്ടി അറിഞ്ഞിട്ട് ചിലവരൊക്കെ പുതിയ തൊപ്പിയൊക്കെ ഇട്ടുകാണ്ട് നമ്മൾ അങ്ങാടിയിൽ 2 ആളുണ്ടാവുള്ളൂ. ഓലിങ്ങനെ ജാഥയിട്ട് പോവുക. ഏതെങ്കിലും ഒരു അടിച്ചു വരുന്ന പെമ്പറിനോളെ കണ്ടാൽ പറയും ഓള് നമ്മളാളാണ്, കാരണം ചൂലാളെ കയ്യിൽ. നമ്മളും ആം ആദ്മിയാന്ന് പറയാം. എന്നിട്ട് പ്രകാശ് കാരാട്ടടക്കം പറഞ്ഞു നമ്മളും ആം ആദ്മിയാണ്. ഏതാം ആദ്മി? ഇപ്പൊ കണ്ടോ തമ്മിൽ തിരക്കും കുലുമാലും ബഹളവും ഒക്കെയാണ്. ഒരു ഊക്കിന് കിണറ്റ് ചാടിയാൽ പിറ്റത്തെ ഊക്കിനിട്ട് കയറാൻ പറ്റൂല. അള്ളാന്റെ തൗഫീക്കിനാൽ കേരളത്തില് ചോദിക്കാനും പറയാനും നോക്കാനും കാര്യങ്ങൾ നടത്താനൊക്കെ ഒരു പാർട്ടി ഉണ്ട്. അത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ? ഈ രോഗികളൊക്കെ ചികിത്സിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നതിന്റെ 4 അയലത്തേക്ക് എത്താൻ പ്രയാസമാണ്. ഒന്ന് മത്സരിക്കുക നമ്മൾ ഈ കാര്യത്തിലൊക്കെ. അതുകൊണ്ടാ പറഞ്ഞത് കേരളത്തിന് എല്ലായിടത്തും മോഡലുണ്ട്. ആ മോഡലിലെ വിദ്യാഭ്യാസം പറഞ്ഞ അൽഹംദുലില്ലാഹ് ഈ പച്ചപ്പൊടി പിടിച്ചവരാണ് അത് കൈകാര്യം ചെയ്തത് ഏറ്റവും കൂടുതൽ കാലം. ഞാൻ അഭിമാനിക്കുകയാണ്, ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത് നമ്മളാണ്. അടിസ്ഥാന സൗകര്യം പറഞ്ഞു. ആ അടിസ്ഥാന സൗകര്യം ഇപ്പൊ ഇബ്രാഹിം കുഞ്ഞാ ഇപ്പോഴും ഫേസ്ബുക്കിൽ പഴയ ചിത്രമിട്ട് കളിക്കണവരുണ്ട്. അതിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. മുനീർ സാഹിബ് റോഡ് ഉണ്ടാക്കുമ്പോ, മോനെ മുനീറെ നിന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരുത്തുണ്ട്, ഓനെ ഏതോ ഒരു ചളിക്കുണ്ടിൽ ബൈക്കേറ്റ് വീണ ഒരുത്തന്റെ മുഖം കാണിച്ചിട്ട് നമ്മളെ കളിയാക്കിയിട്ട്, മോനെ മുനീറെ നിന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ.
മനുഷ്യ ആ റോഡ് ചിലപ്പോൾ അച്യുതാനന്ദന്റെ വാർഡിലാകാനാണ് സാധ്യത. ഞങ്ങൾ റോഡൊക്കെ നടന്നൊക്കെ ഇവിടെയൊക്കെ മൊത്തം റബ്ബറൈസർ അങ്ങോട്ട് ചെയ്തിട്ട് എന്റെ ബേജാറിപ്പോ എയർ ഇന്ത്യത്തെ ഓർമ്മയില്ലാതെ റൺവേ എന്ന് വിചാരിച്ചു ഇവിടെ എന്താ ഇറങ്ങുമെന്നുള്ള ബേജാറപ്പോ. അക്കോലത്തിൽ റോഡ് നന്നായി ഇപ്പോഴും ഫേസ്ബുക്ക് ആയിട്ട് ഇരിക്കുക. തക്കാളിപ്പെട്ടിക്ക്